السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, ഈ ലൈംഗിക നയങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ സമൂഹം നിർബന്ധിതരാവുകയാണ്. തീർച്ചയായും അത് തുടങ്ങാൻ പോകുന്നത് ക്യാമ്പസുകളിൽ നിന്നാണെന്ന ബൈക്കിൾ മാച്ച്മാന്റെ പ്രവചനം ഇവിടെ പുലരുകയാണ്. യഥാർത്ഥത്തിൽ ജെൻഡർ സൗഹൃദ ശുചിമുറികൾ, ജെൻഡർ പൊളിറ്റിക്സ്, ലിബറൽ ആശയങ്ങൾ തുടങ്ങി പല ചർച്ചകൾ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. റാമോഹൻ പാറ്റിയന്റെ പോസ്റ്റിലൂടെയാണ് വീണ്ടും ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ജെൻഡർ സൗഹൃദ ശുചിമുറികൾ പോലത്തെ കാരണങ്ങൾ കൊണ്ട് പ്രശ്നം? വീട്ടിലില്ലേ? ട്രെയിനിലില്ലേ? ഇതൊരു യൂണിഫോമിന്റെയോ ടോയ്ലറ്റിന്റെയോ കഥ മാത്രമല്ല, ഇതൊരു ആശയമാണ്. 1940കളിൽ കൊണ്ടുവന്ന വോക്ക് കൾച്ചറിന്റെ അജണ്ടകളാണ് യഥാർത്ഥത്തിൽ ഇത്. ഈയിടെ മാതാപിതാക്കൾ പോലും അറിയാതെ പെൺകുട്ടി പ്രസവിച്ച് കുഞ്ഞിനെ കൊന്നു തള്ളിയതും, ഹോസ്റ്റലിൽ ശൗചാലയത്തിൽ പെൺകുട്ടി പ്രസവിച്ചതുമെല്ലാം ഈയിടെ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് ഒരു പ്രത്യേക ശൗചാലയം പോലുമില്ലെന്ന് പരാതിപ്പെടുന്നുണ്ട്. ദ ഗ്രേറ്റ് ഇത്തരത്തിൽ ഉള്ള കാലങ്ങളുമായിട്ട്, ഇത്തരത്തിലുള്ള ആശയങ്ങളുമായിട്ട് കാലം മുന്നേ സഞ്ചരിച്ച ബ്രിട്ടനിൽ ദ ഗ്രേറ്റ് ബ്രിട്ടീഷ് ഡിബേറ്റിൽ 98% ആളുകളും സിംഗിൾ സെക്ഷൽ ടോയ്ലറ്റ് മതിയെന്ന് പറഞ്ഞത് 90% അധികം യൂണിസെക്ഷൽ ടോയ്ലറ്റ് കൊണ്ടുവന്നപ്പോൾ ലൈംഗിക അതിക്രമങ്ങൾ വർദ്ധിച്ച് വരുത്തി തീർത്ത അപകടങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടതായിരിക്കും. ഈയിടെ UK പുറത്തുവിട്ട കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ വന്ന മാർഗനിർദ്ദേശത്തിൽ പൂർണ്ണമായും പൊതുസ്ഥലങ്ങളിൽ നിന്ന് യൂണിസെക്ഷൽ ടോയ്ലറ്റുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും. ഫ്രാൻസിൽ മഹാവിപ്ലവമായി ഉയർത്തിക്കാട്ടിയ ഇൻസിറ്റ് എന്തുകൊണ്ടാണ് നിരോധിക്കേണ്ടി വന്നത്? ഇത്തരത്തിൽ പാശ്ചാത്യർ അരികവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ലൈംഗിക അപകൃതങ്ങളെ നമ്മുടെ കേരള സമൂഹ വിദ്യാർത്ഥികൾ സ്വീകരിച്ചിരുത്തുകയാണ്. പ്രശസ്ത മാർക്സിസ്റ്റ് നേതാവായ മോഹൻ ന്യൂമിലിയർ തന്റെ ബയോളജിക്കൽ ബുക്കില്, തന്റെ പ്രശസ്ത ബുക്കില് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: ഒരിക്കലും സ്ത്രീയും പുരുഷനും സമമല്ല. പ്രശസ്ത കിതാബായ മഹല്ലിയിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മാതാപിതാക്കളിൽ സ്ത്രീകൾക്ക് മാത്രം ഒരു കുട്ടിയെ നോക്കാനുള്ള, ആ കുട്ടിയെ പരിഷ്കരിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ്? കുട്ടി കരയുമ്പോൾ ആ കുട്ടിയെ വാരിയെടുത്ത് പാല് കൊടുക്കാനുള്ള ഒരു മനസ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അത് സ്ത്രീകൾക്കേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ മറിച്ച് അവിടെ ഭർത്താവിന് നൽകുന്ന ചുമതല ആ കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പല കാര്യങ്ങളിലും വൈവിധ്യമാർന്ന സ്ത്രീയും പുരുഷനെയും യൂണിഫോം പോലത്തത് ധരിപ്പിക്കൽ കൊണ്ട് എങ്ങനെയാണ് സമത്വം സാധ്യമാകുന്നത്? ജന്തുശാസ്ത്രം, നരശാസ്ത്രം തുടങ്ങിയവയെല്ലാം ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. മനുഷ്യരാശിയുടെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ നമുക്കൊരിക്കലും സ്ത്രീയും പുരുഷനും സമത്വമായത് കാണാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ കായികമേളയായ ഒളിമ്പിക്സ് പരിശോധിക്കുമ്പോൾ അതിലൊരിക്കലും സ്ത്രീയും പുരുഷനും ഒരു മത്സരത്തിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ജെൻഡർ പൊളിറ്റിക്സിന്റെ ആശയങ്ങളെ പിന്നെ എന്തുകൊണ്ടാണ് സമൂഹം അംഗീകരിക്കേണ്ടി വരുന്നത്? അതിന്റെ അജണ്ടകളെ ഒന്ന് നോക്കിക്കൊണ്ടല്ല ഇത്തരത്തിലുള്ള നമ്മുടെ പുതിയ സമൂഹം ഇതിനെ അംഗീകരിക്കുന്നത്, മറിച്ച് അതൊരു പുതിയ ട്രെൻഡാണ്. പുതിയ കാലത്തുള്ള ട്രെൻഡുകൾക്കനുസരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിരിക്കുന്നത്. ഈയിടെ ഇലൺ മസ്ക് ജോർദാൻ പിറ്റ്യൂട്ടറുമായിട്ടുള്ള
ഡിബേറ്റിൽ അഭിമുഖത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, തന്റെ മകൻ ജെൻഡർ ചേഞ്ചിങ് സർജറി ചെയ്തതിൽ ഞാൻ സൈൻ ചെയ്തതിൽ ഖേദിക്കുന്നു എന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. തുടർന്ന് വോക്ക് കൾച്ചറിന്റെ അപകടത്തെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജെൻഡർ ചേഞ്ചിങ് സർജറി ചെയ്ത് 97% ആളുകളും ഓട്ടിസത്തിനും ഡിപ്രഷനും അടിമയാണെന്നറിഞ്ഞിട്ടും അമേരിക്കയിൽ ജെൻഡർ പൊളിറ്റിക്സിന്റെ കാരണം കൊണ്ട് ഓരോ 5 മിനിറ്റിലും 3 ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നറിഞ്ഞിട്ടും ഇന്നേ വരെ ജെൻഡർ പൊളിറ്റിക്സിന്റെ ചരിത്രത്തിൽ പോസിറ്റീവ് ഒന്നും ഇല്ല അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്? താൻ ഭരണത്തിൽ വന്നാൽ ഇതിനെതിരെ ബില്ല് പാസ്സാക്കുമെന്ന് പറഞ്ഞ ട്രംപും അതുപോലെ തന്നെ മാറ്റ്യൂഷനും റോക്രിക്കിനും തുടങ്ങിയ ഇത്തരം ജെൻഡർ പൊളിറ്റിക്സിനെതിരെ ആഞ്ഞടിക്കുന്ന വ്യക്തിത്വങ്ങൾ നമുക്ക് പ്രതീക്ഷയേകുന്നുണ്ട്. DT രാമകൃഷ്ണന്റെ ആൽഫ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇത്തരത്തിലുള്ള ലിബറൽ പ്രശ്നങ്ങൾ കൊണ്ട് ആൽഫ ദ്വീപിൽ സംഭവിച്ച ദുരന്തം നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരിക്കാൻ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളെ ഒരിക്കലും പുരോഗമനമെന്ന് വിളിക്കാൻ പറ്റില്ലെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.